നമസ്കാരം. റീസെന്റ് നടന്ന റാപ്പർ വേടൻ റിലേറ്റഡ് കോൺട്രവേഴ്സിയെ കുറിച്ചാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന മൊത്തം കാര്യവും എൻ്റെ മാത്രം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ മാത്രം അഭിപ്രായമാണ്. പുറത്തുനിന്ന് വേറെ ഒരു ഫാക്റ്റും ഒരു കാര്യവും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പലർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ലായിരിക്കാം, ചിലർക്ക് അംഗീകരിക്കാൻ പറ്റും. ശരിയായിട്ട് ചിലർക്ക് തോന്നും, തെറ്റായിട്ടായിരിക്കാം ചിലർക്ക് തോന്നുന്നത്. ഏതായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം പറയുക. കാരണം നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ റാപ്പർ വേടനെതിരെ ആദ്യം ഉയർന്നു വന്ന കേസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടതായിരിക്കും. ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വസ്തു ഉപയോഗിച്ചു. ആ വസ്തു എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്ത് എന്ന് മുദ്ര കുത്തിയിട്ടുള്ളൊരു വസ്തുവാണ്. ഒരു മനുഷ്യൻ ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല. ആ തെറ്റിനെ നമുക്ക് ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് വേടനെ പോലെ സമൂഹത്തിൽ അത്യാവശ്യം ഇപ്പോൾ ഒരു ഫെയിമിൽ നിൽക്കുന്ന വ്യക്തി. വേടന്റെ ഫാൻസ് മുഴുവനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 18-19 ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് കൂടുതലും വേടനെ ഫോളോ ചെയ്യുന്നത്. വേടന്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. വേടന്റെ പാട്ടുകളിലൂടെ വേടൻ ചെയ്യുന്ന കാര്യം വളരെ നല്ലതാണ്. കാരണം വേടൻ രാഷ്ട്രീയപരമായിട്ട് അയാൾക്കുള്ള അഭിപ്രായം മുഴുവൻ ആ പാട്ടിലൂടെ രേഖപ്പെടുത്താറുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും എതിർത്തുകൊണ്ട് അയാളുടെ അഭിപ്രായം പാട്ടിലൂടെ പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ ആ വ്യക്തി ഈ സമൂഹത്തിന് അത്യാവശ്യമാണ്, നല്ല കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തി, സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആ തെറ്റിൻ്റെ വ്യാപ്തി കൂടും. പ്രത്യേകിച്ച് അയാളുടെ ഫോളോവേഴ്സ് 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ അത്തരം ആൾക്കാർ അല്ലെങ്കിൽ അത്തരം കുട്ടികൾ ഇയാളെ ഫോളോ ചെയ്യും. ഇയാളെ ചെയ്യുന്ന എല്ലാ തെറ്റുകളും അവർ ഫോളോ ചെയ്യും. മാത്രമല്ല വേടൻ പലപ്പോഴും സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് ഉപദേശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപദേശിച്ചിട്ട് യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും വലിയ തെറ്റാണ്. ആ തെറ്റിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. ആ കേസ് കഴിഞ്ഞ് നമ്മൾ പിന്നെ കണ്ടത് ആ കേസിന്റെ ഡയറക്ഷൻ മാറുന്നു. പിന്നെ അത് വനം വകുപ്പിന്റെ കേസായിട്ട് മാറുന്നു. ആ കേസ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ശരിയായിട്ടുള്ള കേസല്ല. ഇത് മനഃപൂർവ്വം അയാളെ ടാർഗറ്റ് ചെയ്തിട്ട് അയാൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി വന്നൊരു കേസാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം വേടൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളൊക്കെ തന്നെ പലരുടെയും മനസ്സിൽ നല്ല രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേടന് കൊടുത്തൊരു മറുപടി എന്നുള്ള രീതിയിൽ, വേടന് പണി കൊടുക്കാം എന്നുള്ള രീതിയിൽ ആ കേസ് വന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനൊരു പണി കിട്ടിയതും എന്തുകൊണ്ടാണ്? അതിനുള്ള ചാൻസ് ഇട്ട് കൊടുത്തത് ആരാണ്? വേടൻ തന്നെയാണ്. വേടനെതിരെ എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ നോക്കിയിരുന്ന ആൾക്കാർക്ക് വേടനായിട്ടാണ് ഒരു ചാൻസ് ഇട്ട് കൊടുത്തത്. വേടൻ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടാണ് വേടനെതിരെ അങ്ങനെ ഒരു കേസ് വന്നത്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ വരുമായിരുന്നോ? ഒരിക്കലും വരത്തില്ല. വേടനെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ വേടന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ പോയി, കോൺസെൻട്രേഷൻ പോയി. അപ്പോൾ ആ മാല എവിടെ നിന്നാണ്, അതിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്നൊക്കെ ഉറപ്പായിട്ടും പരിശോധിക്കും. ആ പരിശോധനയാണ് നടന്നത്. പക്ഷേ ആ പരിശോധന നടന്നപ്പോൾ പുള്ളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, പുള്ളിയെ ഈ ആൾക്കാരുടെ മുമ്പിലൂടെ വിലങ്ങ് അണിയിച്ചു കൊണ്ടുപോകുന്നു. അതൊന്നും ശരിയായിട്ട് തോന്നിയില്ല. കാരണം ഇതിനു മുമ്പും അത്തരം കേസ് വന്നപ്പോൾ പല ആൾക്കാരെയും ഇതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ല. അപ്പോൾ വേടനെ മാത്രം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. ആ കാര്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ കേസ് ഞാൻ മാറ്റി നിർത്തുകയാണ്. അത് ശരിയായിട്ട് തോന്നുന്നില്ല. ആ കാര്യത്തിൽ ഞാൻ വേടന്റെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ആദ്യം വന്ന കേസ് അത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ പക്ഷെ പലരും ന്യായീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരുമൊക്കെ ആ തെറ്റ് കണ്ടില്ല എന്ന് നടിച്ചിട്ട് വേടനെ ന്യായീകരിക്കുന്നതായിട്ടും അയാളെ മഹത്വവൽക്കരിക്കുന്നതായിട്ടും ഞാൻ കണ്ടു. അതൊരു ശരിയായ പ്രവണതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വേടൻ തെറ്റ് ചെയ്തില്ലേ? ഉറപ്പായിട്ടും തെറ്റ് ചെയ്തു. പക്ഷേ പിന്നെ എങ്ങനെയാണ് വേടൻ ഇരയാകുന്നത്? വേടൻ ഒരു ഇരയാണ്. വേടനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നു, വേടനെ മനഃപൂർവ്വം കുടുക്കി എന്നൊക്കെ ആൾക്കാർ പറയുന്നു. ഇവിടെ വേടൻ തന്നെ സമ്മതിച്ചതാണ്, ഞാൻ ഈ വസ്തു ഉപയോഗിച്ചു, ഈ വസ്തു കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു എന്ന് വേടൻ തന്നെ തുറന്നു പറഞ്ഞു. വേടൻ തന്നെ സമ്മതിച്ചു. പിന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ ഇനി ഈ ഒരു വസ്തു ഉപയോഗിക്കില്ല, ഞാൻ ചെയ്തത് തെറ്റാണ്. അപ്പോൾ വേടന് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് തുറന്നു പറയാൻ ഇത്രയും സമയമെടുത്തോ? ഇതുവരെ വേടന് അത് തെറ്റായിട്ട് തോന്നിയില്ലേ? അദ്ദേഹം തുറന്നു പറച്ചിൽ നടത്തി എന്നതിൻ്റെ പേരിൽ നമുക്ക് അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അദ്ദേഹം ചെയ്ത തെറ്റ് തന്നെയാണ്. ഇനി അയാളത് പൂർണ്ണമായിട്ടും തിരുത്തി എന്ന് ഉറപ്പ് വരുന്നിടം വരെ ആ ഒരു കാര്യത്തിൽ ആരും അയാളെ സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുക. അത് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമല്ല. പ്രത്യേകിച്ച് ഈ 18-19 വയസ്സുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള വേടന്റെ ഫാൻസ് വേടനെ
പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. എന്തിനാണ് ഈ ഒരു കാര്യത്തിൽ വേടനെ സപ്പോർട്ട് ചെയ്യുന്നത്? വനം വകുപ്പിന്റെ കേസിൽ വേടനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, പക്ഷേ ഈ ഒരു കേസിൽ വേടനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. മാധ്യമങ്ങൾ വേടനെ സപ്പോർട്ട് ചെയ്യുന്നു, രാഷ്ട്രീയക്കാർ വേടനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾ തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് ഈ ഒരു സമൂഹത്തിന് കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വേടന്റെ ഫാൻസ് ആയിട്ടുള്ള ഈ യങ്സ്റ്റേഴ്സ് 18-19 ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള യങ്സ്റ്റേഴ്സിന് നിങ്ങൾ കൊടുക്കുന്നത് തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ്. വേടൻ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇതൊരു അബദ്ധമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഒരു അബദ്ധം അല്ലെന്നുണ്ടെങ്കിൽ അറിയാതെ വന്നൊരു തെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണ്? നമ്മൾ അറിയാതെ, നമുക്ക് അതിൻ്റെ ദോഷവശങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയത്തില്ല. അറിയാതെ നമ്മളൊരു കുഴിയിലേക്ക് ചെന്ന് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറയാം. പക്ഷേ ഇവിടെ വേടൻ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊരു തെറ്റ് ചെയ്തത്. ഈ ഒരു വസ്തു ഉപയോഗിക്കാൻ പാടില്ല. ആ വസ്തു ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. സമൂഹത്തിന് ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, സമൂഹത്തിൽ എൻ്റെ പാട്ടിലൂടെ ഒരുപാട് മെസ്സേജ് വിളിച്ചു പറയുമ്പോൾ, ഞാൻ തന്നെ ഇത്തരം ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല. എൻ്റെ ഫാൻസ് ആയിട്ടുള്ളത് 18-19 ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള യങ്സ്റ്റേഴ്സ് ആണ്. അവരുടെ മുമ്പിൽ ഞാൻ നല്ലൊരു മാതൃകയാകണം എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു വസ്തു ഉപയോഗിക്കുമോ? ഈ വസ്തു തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് വേടൻ ഈ ഒരു വസ്തു ഉപയോഗിച്ചത്. അപ്പോൾ വേടനെ നമുക്ക് ആ ഒരു കാര്യത്തിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ന്യായീകരിക്കുന്നവര് ഒന്ന് ചിന്തിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. ഈ ഒരു കേസ് വന്നപ്പോഴും ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു. നമ്മുടെ സമൂഹത്തിൽ പണ്ടൊരു വേർതിരിവുണ്ടായിരുന്നല്ലോ. വലിയ ജാതി, ചെറിയ ജാതി, നല്ല ജാതി, ഉയർന്ന കുലജാതി അല്ലെങ്കിൽ ഉന്നത കുലജാതർ, താഴ്ന്ന നീച കുലജാതർ, അങ്ങനെ ഒരുപാട് വേർതിരിവുകൾ നമ്മുടെ സമൂഹത്തിൽ പണ്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സമൂഹത്തിലേക്ക് വരുന്ന സമയത്ത് ആ വേർതിരിവുകൾ കുറേ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ മാറ്റാൻ 2 വിഭാഗത്തിലുള്ള ആൾക്കാരും സമ്മതിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഈ ഒരു കേസിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചു നാൾ മുമ്പ് സുരേഷ് ഗോപിയുടെ ഒരു പ്രസംഗം വലിയ വിവാദമായി. ഉന്നത കുലജാതർ എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു ഉന്നത കുലജാതനാണ് എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് സ്വയമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു കാര്യം പെരുപ്പിച്ച് കാണിക്കുന്നു. എന്നാൽ അതേ കാര്യം തന്നെ ഈ താഴ്ന്ന കുലത്തിൽ ജനിച്ച ആൾക്കാർ, അല്ലെന്നുണ്ടെങ്കിൽ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർ എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിലും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ 2 വിഭാഗത്തിലുള്ള ആൾക്കാരും ഈ ജാതീയമായ വേർതിരിവ് ഈ സമൂഹത്തിൽ നിന്ന് പോകാൻ സമ്മതിക്കത്തില്ല. അത്തരം ആൾക്കാർ സമ്മതിക്കത്തില്ല. കാരണം വേടനെ പോലെയുള്ള ഒരാൾ കേസിൽ കുടുങ്ങുന്ന സമയത്ത്, വിനായകന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, അവർ തെറ്റ് ചെയ്തിട്ടാണ് അവർക്കെതിരെ കേസ് വന്നത്. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാൻ പറ്റത്തില്ല. ആര് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും തെറ്റിന്റെ വ്യാപ്തി ഒരേപോലെയാണ്. അപ്പോ വേടൻ തെറ്റ് ചെയ്ത് വേടനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ജാതിക്കാട് ഇറക്കുന്നു. വേടൻ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടാണോ, ഉന്നത കുലജാതന അല്ലാത്തത് കൊണ്ടാണോ വേടനെ അറസ്റ്റ് ചെയ്തത്? ആ രീതിയിലുള്ള സംസാരം വരുന്നു. ജാതിക്കാട് അവിടെ വരുന്നു. അങ്ങനെ എന്തിനാണ് ജാതിക്കാട് ഇറക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാതിക്കാട് ആരിറക്കിയാലും അത് തെറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 2 വിഭാഗത്തിൽ പെട്ടത് എന്ന് നമ്മുടെ സമൂഹത്തിൽ നേരത്തെ മുദ്ര കുത്തിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഞാൻ ആരെയും കാറ്റഗറൈസ് ചെയ്യുന്നതല്ല, പക്ഷെ ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഉള്ള വാക്കുപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പൊ താഴ്ന്ന ജാതി എന്ന് പറയുന്ന ആൾക്കാരും കുറെ റിസർവേഷനും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് താഴ്ന്ന ജാതി, ഉയർന്ന ജാതി എന്ന് തന്നെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2 വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും ഈ ഒരു ജാതിക്കാട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഈ സമൂഹത്തിൽ നിന്ന് മാറ്റാൻ തയ്യാറല്ല. 2 പേരും ഒരേപോലെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പൊ തെറ്റാര് ചെയ്താലും, അത് ജാതി നോക്കേണ്ട കാര്യമില്ല, മതം നോക്കേണ്ട കാര്യമില്ല, തെറ്റാര് ചെയ്താലും അവിടെ തെറ്റ് തന്നെയാണ്. അതിപ്പോ വേടനാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ആര് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റാണ്. അവിടെ ജാതിക്കാട് ഇറക്കി കളിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. അപ്പൊ ഈ ഒരു 2 കാര്യവും ചൂണ്ടിക്കാണിക്കണമെന്ന് എനിക്ക് തോന്നി. ഒന്ന്, വേടൻ ചെയ്ത ആദ്യത്തെ തെറ്റ്. രണ്ടാമത്തേത് ഞാൻ തെറ്റായിട്ട് കണക്കാക്കുന്നില്ല. ഇപ്പൊ വനംവകുപ്പിന്റെ വന്ന ആ ഒരു കേസ്, അത് മനഃപൂർവ്വമുള്ള കേസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ആ കേസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ ആദ്യം ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. അത് തെറ്റ് തന്നെയാണ്. അതിനെ തെറ്റല്ലാതെ ആക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മുക്തി വരുന്നിടം വരെ നമുക്ക് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ പറ്റില്ല. അദ്ദേഹം പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മുക്തി നേടട്ടെ, അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ ന്യായീകരിക്കാം. അതുവരെ അയാൾ ചെയ്തത് തെറ്റാണ്. രണ്ടാമത്, വേടനെ പോലെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ജാതിക്കാട് ഇറക്കുന്നത്? തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. തെറ്റിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല.